ഹലോ, കേൾക്കാമോ? ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഹലോ, ഇസ് ഇറ്റ് ഓഡിബിൾ? ഓക്കെ, യെസ് 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 ഫാദിൽ. ഓക്കെ, ഇപ്പോൾ ഇതുവരെ 26 സ്റ്റുഡൻസ് ആണ് 26 നമ്പേഴ്സ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോർ പീപ്പിൾ ആർ യെറ്റ് ടു കം. So we will start once we have enough students online. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാം. നിങ്ങളെല്ലാവരും വീട്ടിലാണല്ലോ അല്ലേ? ഓക്കെ, ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഫൈൻ. ഓക്കെ, മൈസെൽഫ് സജിത്ത് ഫ്രം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. I was doing my PhD in Malaysia. ഞാൻ മലേഷ്യയിലെ യൂണിവേഴ്സിറ്റി ടെക്നോളജി മാറായിൽ PhD ചെയ്യുമായിരുന്നു. പോളിമർ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഫോർ റേഡിയേഷൻ ഷീൽഡിംഗ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ഞാൻ PhD ചെയ്തത്. അതിനു മുമ്പ് ഞാൻ I was teaching in School of Engineering, Cochin University. Almost for 2 years, around 2 years I teach there in 2014 to 2016. അതിനു മുമ്പ് ഞാൻ MTech ചെയ്തത് NIT കാലിക്കറ്റിൽ നിന്നാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ നാനോ ടെക്നോളജിയിലാണ്. അതാണ് ഇന്നത്തെ ടോക്കിൻ്റെ ഒരു ഹൈലൈറ്റും അത് തന്നെയാണ്. നാനോ ടെക്നോളജി എങ്ങനെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് നാനോ ടെക്നോളജി ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ടൈറ്റിലാണ് ഞാനിവിടെ ടോക്കിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ BTech, ഐ ഡൺ മൈ BTech ഇൻ ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ട്രിവാൻഡ്രം. അത് KSRTCയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു ആ കോളേജ് ഉണ്ടായിരുന്നത്. സോ അവിടുന്ന് ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെയാണ് NITയിൽ MTech നാനോ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തത്. നാനോ ടെക്നോളജിയെക്കുറിച്ചും നാനോ ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എൻ്റെ വീട് പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ചേർത്തല, ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ വരുന്ന സ്ഥലമാണ്. ഓക്കെ, so I think we can start since our time is running. It's almost 10 minutes over the past after 10 a.m. So let's begin our talk. I am switching to computers to show my presentation. Very good morning to all. So hope we can have an interactive section. നിങ്ങൾക്ക് ഈ സെഷനിനിടയിൽ എന്തെങ്കിലും ഇൻ ബിറ്റ്വീനൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കാതിരുന്നാൽ മതി. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു നാനോ ടെക്നോളജി എന്താണെന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, സോ ഞാനൊന്ന് സ്വിച്ച് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഹലോ, ക്യാൻ യു ഹിയർ? Okay, I hope everyone can see my presentation screen. Okay, yes. Okay. So we'll move on to our presentation. So our title of today's talk is Applications of Nanotechnology in Mechanical Engineering.
So, as I discussed earlier, I am faculty in mechanical engineering, KME Engineering College, Dr. Sajid TA. So, when we discuss about nanotechnology, നമ്മൾ നാനോടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ okay, when we discuss about nanotechnology, the nanotechnology actually means nanotechnology എന്ന് പറയുന്നത് അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ടോക്ക് പ്രൊഫസർ റിച്ചാർഡ് ഫിൻമാൻ്റെ ഒരു ഫേമസ് ടോക്കിന് ശേഷമാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്ന ടേം തന്നെ ഒരു ഫീൽഡ് തന്നെ ജനറേറ്റ് ചെയ്തത്. So in 1959, Professor Richard Feynman gave a famous lecturer. He was a great physicist, and he gave a talk. The title of the talk was "There is plenty of room at the bottom." നമ്മളുടെയൊക്കെ ഓരോ മാറ്റേഴ്സിൻ്റെയും അടിത്തട്ടിൽ കുറേ റൂം, കുറേ സ്ഥലം വെറുതെ കിടക്കുന്നു എന്നുള്ള ഒരു തലക്കെട്ട്. ആ ഒരു തലക്കെട്ടിലാണ് റിച്ചാർഡ് ഫിൻമാൻ ടോക്ക് ആരംഭിച്ചത്. അതായത് നമ്മളൊക്കെ കാണുന്നതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിയൽ ലൈഫിലെ മെറ്റീരിയൽ വസ്തുക്കൾ, അതിൻ്റെയൊക്കെ ഏറ്റവും അതിൻ്റെ സൈസ് വളരെ നാനോ ലെവലിലേക്ക് 10⁻⁻⁹ മീറ്ററിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം റൂമുണ്ട്, സ്ഥലമുണ്ട് എന്നുള്ള ഒരു റെവല്യൂഷണറി ടോക്കാണ് അന്ന് 1959 റിച്ചാർഡ് ഫിൻമാൻ നടത്തിയത്. ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് റിച്ചാർഡ് ഫിൻമാൻ ആണ്. ആ ടോക്കിൽ പക്ഷേ നാനോ ടെക്നോളജിയെ കുറിച്ചോ ഒന്നും റിച്ചാർഡ് ഫിൻമാൻ പരാമർശിച്ചിട്ടില്ലെങ്കിലും he didn't discuss anything about a term named nanotechnology. It was originated, nanotechnology term was originated during 1989 after the invention of some electron microscopes. അതിനു മുമ്പ് ഈ റിച്ചാർഡ് ഫിൻമാൻ്റെ ഈ ടോക്കിലൂടെയാണ് ശരിക്കും വേൾഡിലെ ഓൾമോസ്റ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ആ ഒരു നാനോ സ്കെയിൽ, മോളിക്കുലർ ലെവലിൽ ഉള്ള മെറ്റീരിയൽസിൻ്റെ സാധ്യതകളെയും കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഇന്റർനാഷണൽ ലെക്ചറിൽ പറഞ്ഞ പോലെ അതിൽ ഒരു ബ്രോഡായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ മേഖലകളും പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസുഫ് സാർ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു ഏരിയ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. കാരണം മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി യൂസിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും എല്ലാ ഏരിയയിലും എല്ലാ വസ്തുക്കളും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് ഒരു പ്രോസസ്സ് ആവശ്യമാണ്. അതിനൊരു ഇൻഡസ്ട്രി ആവശ്യമാണ്. അതിന് കുറേ മെഷീൻസിൻ്റെ ഒക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഇന്നലെ യൂസുഫ് സാർ അത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ മെറ്റീരിയൽസ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം വളരെ വലുതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് തന്നെ മെറ്റീരിയൽസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അത് ഏത് മെറ്റീരിയലാണ്, നമ്മുടെ ഡിസ്പ്ലേ ഏത് മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയലെല്ലാം നമുക്ക് നാച്ചുറലി ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ആക്ച്വലി. നാച്ചുറലി നമുക്ക് അതൊരു കുറേ മിക്സറായിട്ടും കുറേ അതിൻ്റെ കുറേ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ അതൊരു ബെറ്റർ മെറ്റീരിയൽ, അതൊരു നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നു. നമ്മൾ ഒരു ഫിംഗർ കൊണ്ട് നമ്മൾ മൊബൈലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്ത് അപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുകയോ കോൾ പോവുകയോ അങ്ങനെ ഇന്റർനെറ്റിലേക്ക് കടക്കുകയോ ഗൂഗിൾ മീറ്റിൽ കയറുക, ഇങ്ങനെയുള്ള ഇതിനെല്ലാം ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഉള്ള ഈ മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലാണ് നടക്കുന്നത്. അതാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗിന്റെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രത്യേകത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെദർ ഇറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, എനിത്തിങ് ദാറ്റ് മൂവ്സ് ആൻഡ് ദി പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സോ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് സോൾവ് ചെയ്ത് ഒപ്റ്റിമൈസ് ആയി ഏറ്റവും ലോ കോസ്റ്റിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ റോൾ. അപ്പൊ അതിൽ മെറ്റീരിയൽസിന് വളരെ വലിയൊരു പാർട്ടുണ്ട്. ഇനി ഈ മെറ്റീരിയൽസിന്റെ കാര്യം തന്നെ ഡിസ്കസ് ചെയ്താൽ മെറ്റീരിയൽസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് സൈസ് ഡിപ്പെൻഡൻ്റ് ആണ്. മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ അങ്ങനെ സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോൾ അതായത് മാക്രോ സൈസിലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന സൈസിലുള്ള ഒരു മോളിക്യൂൾ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് കാണാൻ കഴിയുന്ന ഗോൾഡിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കാം. നമ്മളത് നമ്മൾ മാക്രോ സൈസിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രോപ്പർട്ടിയും അത് സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നാനോ സൈസിലേക്കൊക്കെ വരുമ്പോൾ, അതായത് മോളിക്കുലാർ ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് വളരെ it will be totally different when it comes to micro scale or nano scale. സോ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഗോൾഡിന്റെ കളർ എന്താണ്? We can have some interactive discussion. Can anyone tell what will be the color of gold? ഗോൾഡിന്റെ കളർ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാം. ഒരു ഗോൾഡിന്റെ കളർ നാനോ സ്കെയിലിൽ വരുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, മാക്രോ സ്കെയിലിൽ നിങ്ങൾ എല്ലാവരും കാണുന്നത് ഗോൾഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന ലേഡീസ് ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, ജ്വല്ലറീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗോൾഡൻ കളറാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നാനോ സ്കെയിൽ, ക്യാൻ യു ഇമാജിൻ വാട്ട് ഈസ് ദി കളർ? ഞാനിത് പറയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി നാനോ സ്കെയിലിൽ വരുമ്പോൾ എല്ലാ മെറ്റീരിയൽസിൻ്റെയും മാറും. ഗോൾഡിന്റെ കളറ് നാനോ സ്കെയിലിൽ വരുമ്പോൾ പർപ്പിൾ കളർ മുതൽ ബ്ലൂ, വയലറ്റ്, ഇങ്ങനെ പല പല റേഞ്ചിലേക്ക് മാറും. ആ സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അത് മാറും. അപ്പോൾ ഇതുപോലെ ഗോൾഡിന്റെ കളർ മാറുന്നത് പോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് മാറുന്നതാണ്. അപ്പോൾ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിന്റെ സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറും. അപ്പോൾ അവിടെയാണ് ഈ നാനോ സൈസിലേക്ക് മോളിക്കുലാർ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ വലിയൊരു മാറ്റമാണ് പ്രോപ്പർട്ടീസിലൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു മാറ്റം ആ ഒരു മോളിക്കുലർ ലെവലിൽ നമ്മൾ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ബെറ്റർ മെറ്റീരിയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫിഷ്യൻസി ഉള്ള ലോങ് ലാസ്റ്റിംഗ്, നല്ല ഹൈ സ്ട്രെങ്ത് ഉള്ള ഹൈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള മെറ്റീരിയൽസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈമിലെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് 1960s 1970s ഉള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് മോളിക്കുലർ ലെവലിലേക്ക് കാണാനോ അതിൽ മോളിക്യൂൾസിനെ ഇൻഡിവിജ്വലായിട്ട് പിക്ക് ചെയ്തെടുക്കാനോ സ്റ്റഡി ചെയ്യാനോ എന്നുള്ളൊരു സംവിധാനങ്ങളില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ വൺ ആറ്റം ടിപ്പുള്ള ടൂളുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സിന്റെ ഒക്കെ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് ആറ്റംസിനെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് കാണാനും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൂടുതൽ സ്റ്റഡി ചെയ്യാനും അതെങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എങ്ങനെ നമുക്ക് ഹ്യൂമൻ കൈൻഡിന് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ വേൾഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സയന്റിസ്റ്റുകളൊക്കെ ചിന്തിച്ചു അങ്ങനെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു അവസരം ഒത്തു വന്നു. സോ ലെറ്റ് മൂവ് ഓൺ ടു മോർ അബൌട്ട് ദി നാനോ ടെക്നോളജി. ഇത് നമ്മളുടെ വീട്ടിലെ പൂന്തോട്ടം നിങ്ങളൊന്ന് ആലോചിച്ചു. അവിടെ നിങ്ങളൊരു കുറച്ച് പൂക്കളുടെ ഇടയിൽ ഒരു ഇലയിൽ ഒരു ഈച്ചേനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ സൈസ് ഡിപ്പെൻഡന്റ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അതായത് നിങ്ങൾ നോക്കി ഈ ഒരു ഇലയിലെ ഒരു ഈച്ചയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇൻസെക്ട് which we focus when it comes to down to the microscopic level, this is the maximum level which an optical microscopy can go, 100 micrometer.
ഈ 100 മൈക്രോമീറ്റർ എന്ന് പറയുന്ന ലെവലിലേക്കാണ് ഈ നമുക്ക് മാക്സിമം ആയിട്ട് ഇതിനെ സൂം ചെയ്യാൻ പറ്റുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി. ബിയോണ്ട് ദാറ്റ് വി യൂസ് സം അതർ ടെക്നിക്സ് ലൈക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫർദർ സൂം ചെയ്ത് വളരെ നാനോ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1 മൈക്രോമീറ്റർ സ്കെയിൽ, 100 നാനോമീറ്റർ, 10 നാനോമീറ്ററിലേക്ക് എത്തുമ്പോൾ ഈ ഈച്ചയുടെ തന്നെ കണ്ണിലെ വളരെ DNA ലെവലിലേക്കാണ് നമ്മൾ എത്തുന്നത്. എനിത്തിങ് ദാറ്റ് ഈസ് ബിലോ 100 നാനോമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നാനോ ടെക്നോളജി എന്നുള്ള ആ ഒരു ഏരിയയിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത്. സോ യു ക്യാൻ സി ദി ഇൻ 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ആറ്റമിക് ലെവലിലേക്ക് നമ്മൾ അത് എത്തിക്കഴിഞ്ഞു. സോ ഇത് കാണാൻ ഈ ഒരു ലെവലിൽ നമുക്ക് കാണാനും അത് ആ ഒരു ലെവലിൽ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നാനോ ടെക്നോളജിയുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു. അതായത് 1959 റിച്ചാർഡ് ഫിൻമാൻ ഒരു ടോക്ക് നടത്തി. അത് മിനിയാച്ചുറൈസേഷൻ എല്ലാം എൻജിൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫാക്ടറി എല്ലാം ഒരു വളരെ സ്മോൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫാക്ടറീസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാലത്തേക്ക് ഇനി അധികം വിദൂരമല്ല എന്നാണ് അന്ന് റിച്ചാർഡ് ഫിൻമാന്റെ ഫേമസ് ടോക്കിൽ അദ്ദേഹം പറഞ്ഞത്. അതായത് ആറ്റംസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എനർജിയൊക്കെ മാക്സിമം പോസിബിൾ വേയിൽ ഉപയോഗിച്ച് നമുക്ക് ഒരു വേൾഡിനെ ബെറ്റർ രീതിയിലേക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് നാനോ ടെക്നോളജിയുടെ ഫാദർ ആയിട്ടുള്ള പ്രൊഫസർ റിച്ചാർഡ് ഫിൻമാൻ അന്ന് പറഞ്ഞത്. അതിനുശേഷം 1981 എറിക് ഡെക്സ്ലർ എറിക് ഡെക്സ്ലറിന്റെ ഒരു ഫേമസ് ടോക്കിൽ ഈ പറഞ്ഞത് നമുക്ക് മോളിക്കുലർ എൻജിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊരു ആറ്റോമിക് ഡിവൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മെഡിക്കൽ ഫീൽഡ്സിലൊക്കെ ഒരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് പ്രൊഫസർ എറിക് ഡെക്സ്ലറിന്റെ കണ്ടുപിടുത്തമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ നാനോ സൈസ് എൻജിൻസ്, അതായത് ഇപ്പോൾ നമ്മൾ സബ്മറൈൻസിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രൊപ്പല്ലറൊക്കെ നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ, H2O എന്ന് പറയുന്ന മോളിക്യൂൾസ് ഒക്കെ വെച്ച് പ്രൊപ്പല്ലർ H2O മോളിക്യൂളായിട്ട് ഒരു ഡോക്ടർ യു ക്യാൻ സോളോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കൊരു ഈ എൻജിൻസിനെയൊക്കെ നമുക്ക് നേരെ വിഴുങ്ങാൻ പറ്റും, സോളോ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ എൻജിൻസ് നമ്മുടെ വെയിൻസിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പോയി സർജറിയൊക്കെ നടത്തുന്ന ആ ഒരു കൺസെപ്റ്റാണ് എറിക് ഡ്രക്സ്ലർ പ്രപ്പോസ് ചെയ്തത്. അതായത് മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ വളരെ മിനിയാച്ചുറൈസ് ചെയ്ത്, അതായത് നമ്മുടെ എൻജിൻസ് ഒക്കെ വളരെ സ്മോൾ ആയിട്ടുള്ള നാനോ ലെവലിൽ തന്നെ ഡിവൈസ് ചെയ്തിട്ട് നമുക്ക് മെഡിക്കൽ ഹ്യൂമൻ കൈൻഡ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊപ്പോസലാണ് എറിക് ഡ്രക്സ്ലർ നടത്തിയത്. പിന്നെ അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ നടന്നു, ഡെവലപ്മെന്റ്സ്. അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ഒക്കെ ഉപയോഗത്തിലൂടെ, അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നമുക്ക് ലൈറ്റിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിന് താഴെ വേവ് ലെങ്ത് സഞ്ചരിക്കാൻ കഴിയുന്നതുകൊണ്ട് കൂടുതൽ നാനോ ലെവലിലേക്കുള്ള ഒരു ഇമേജസ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരുന്നു 1980s വളരെ ഇൻവെൻഷൻ ആയിട്ട് നടന്നിരുന്നത്. അപ്പോൾ അതുവഴി ഫേമസ് സയന്റിസ്റ്റുകൾ റോബർട്ട്, റിച്ചാർഡ്, ഹെറാൾഡ് അങ്ങനെയുള്ള സയന്റിസ്റ്റുകളൊക്കെ പല പല മെറ്റീരിയൽസ് കണ്ടുപിടിച്ചു. മെയിനായിട്ട് അത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ബോൾ പോലുള്ള നാനോ സൈസിലുള്ള കാർബൺ ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫുള്ളറിൻ എന്നാണ് ഈ ബക്കി ബോളിന് പറയുന്നത്. അതിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് 1996. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മെറ്റീരിയൽസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് കാർബൺ ആറ്റംസ്, കാർബൺ ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ ഈ ലെവലിൽ ഫുള്ളറിൻ പോലുള്ള മെറ്റീരിയലുകൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ കാർബൺ ആറ്റംസ് അറേഞ്ച് ട്യൂബ് ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാർബൺ നാനോ ട്യൂബ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രെങ്ത് ഇതെല്ലാം വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ 2000 ശേഷം 2004 നടന്ന വലിയൊരു റെവല്യൂഷണറി മെറ്റീരിയലാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഈ കാർബൺ ആറ്റംസ് തന്നെ ഒരു ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫീൻ ഷീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ആനയെ പിടിച്ചാൽ സിംഗിൾ ലെയറിൽ നിർത്തിയാൽ പോലും അതൊന്നും സംഭവിക്കില്ല. ആ കാർബൺ ആറ്റംസിന്റെ ബോണ്ട് സ്ട്രെങ്ത് അത്രയും ഹൈ ആണ്. അപ്പോൾ ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പെൻസിലുള്ള ആ ഒരു നമ്മൾ കറുത്ത ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ
അതിന്റെ സിംഗിൾ ലെയർ ആണ് ഗ്രാഫീൻ എന്ന് പറയുന്ന ഈ സംഭവം. ഇത് 2004 ഗ്രാഫീൻ ഡിസ്കവർ ചെയ്തത് നൊവോസ്ലേവ് ആൻഡ് ആൻഡ്രെ ഗീം എന്ന് പറയുന്ന രണ്ടുപേര് കൂടിയാണ് 2004 ഇത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയത്. അത് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്കോച്ച് ടേപ്പ് എടുത്തിട്ട് ഈ ഗ്രാഫൈറ്റ് ലെഡ് നമ്മൾ പെൻസിലിലെ ആ മൊന എന്ന് പറയുന്ന സംഭവം വളരെ ഗ്രാഫൈറ്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് ഒരു സ്കോച്ച് ടേപ്പ് എടുത്ത് ജസ്റ്റ് ഒട്ടിച്ച് അത് സിംഗിൾ ലെയർ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. ആ ഒരു കണ്ടുപിടുത്തത്തിന് അവർക്ക് 2010 നോബൽ പ്രൈസ് കിട്ടി. അതായത് ഗ്രാഫീൻ റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ അതിനു മുമ്പുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം. അപ്പോൾ ഈ ഗ്രാഫീൻ സിംഗിൾ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അവർ തെളിയിച്ചു. അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതായത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ദി സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ എവർ മെഷേർഡ് ആണ്. അപ് ടു 150 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ഈക്വലന്റ് വെയിറ്റ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിനേക്കാളും 150 മടങ്ങ് സ്ട്രോങ് ഉള്ള മെറ്റീരിയലാണ് ഗ്രാഫീൻ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇറ്റ് ഈസ് പ്ലയബിൾ ആസ് റബ്ബർ പോലെ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 120% എക്സ്റ്റെൻഡ് ചെയ്യാം വിത്തൗട്ട്. എന്നിട്ട് നമ്മൾ ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാലോ അത് നേരെ തിരിച്ച് റബ്ബർ ബാൻഡ് പോലെ തന്നെ അത് നേരെ തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വിത്തൗട്ട് എനി ലോസ്, വിത്തൗട്ട് എനി ഡിഫോർമേഷൻ അത് തിരിച്ചെത്തും. അപ്പോൾ ഇതിന്റെ അമേസിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഇതുപോലെ തന്നെ വളരെ വളരെ ഹൈ ആണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഇലക്ട്രോണിക് കമ്പോണൻസുകളിലും എല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഗ്രാഫീൻ ബേസ്ഡ് മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു PhD ഞാൻ എംടെക്കിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫീൻ ഓക്സൈഡ്, ഈ ഗ്രാഫീൻ സിംഗിൾ ലെയറിന്റെ സർഫസിൽ ഓക്സൈഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എപ്പോക്സി പോളിമറിൽ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഫ്രിക്ഷൻ ബ്രേക്ക് പാഡ്, ഒരു റെയിൽവേസിലേക്ക് ഉപയോഗിക്കുന്ന ട്രെയിനിനെ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാഡ് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. ബ്രേക്ക് പാഡ് ഡെവലപ്പ് ചെയ്തായിരുന്നു എൻ്റെ പ്രൊജക്റ്റ്. ഞാൻ എംടെക് നാനോ ടെക്നോളജി NIT കാലിക്കറ്റിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ, നാനോ ലെവലിലുള്ള മെറ്റീരിയൽ സിന്തസൈസ് ചെയ്ത് അതൊരു വേറൊരു പോളിമർ ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ടൈലർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ പ്രോപ്പർട്ടി നമുക്ക് ടൈലർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അതാണ് നാനോ ടെക്നോളജിയുടെ ഒരു നാനോ ലെവലിലുള്ള മെറ്റീരിയൽസിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 1959 ഫിൻമാൻ ഈ ടോക്കൊക്കെ നടത്തിയെങ്കിലും എന്താണ് ഇപ്പോൾ ആ ഒരു 10-20 വർഷത്തിന് ശേഷം വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് പിന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയുടെ ഡ്രോബാക്ക് ഓവർകം ചെയ്ത് പുതിയ 2 മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷൻ നടന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആൻഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഈ ഒരു 2 മൈക്രോസ്കോപ്പുകളുടെ ഇൻവെൻഷനോടുകൂടി നമുക്ക് കുറച്ചുകൂടി ആറ്റോമിക് ലെവലിലേക്ക് കാര്യങ്ങൾ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായി. പിന്നെ അത് കൂടാതെ വേറൊരു ഡെവലപ്മെന്റ് കൂടി നടന്നിട്ടുള്ളത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം നടന്നിരുന്നത് 1980s 1990 ഈ ഒരു ടൈമിലാണ് നടന്നത്. അത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാള് ഒരു നമ്മുടെ മേശയിലുള്ള ഒരു സർഫസ് എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കാൻ നോക്കുക? അയാളത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ടച്ച് ചെയ്തൊന്ന് സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ ആ സർഫസിൽ അത് സ്മൂത്ത് ആണോ, അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നോക്കുന്ന പോലെ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് അതിന് ഈ ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക്ക് ഒരു സിംഗിൾ ആറ്റം ടിപ്പ് ഉണ്ടാവും. അതായത് ഒരു സിംഗിൾ ആറ്റം ടിപ്പ്, അതായത് സിംഗിൾ ആറ്റം എന്ന് പറയുമ്പോൾ അത് നാനോ സൈസിലുള്ള ആറ്റം ആയിരിക്കും. അപ്പൊ ഈ നാനോ സൈസിലുള്ള ആറ്റം ഏത് മെറ്റീരിയലിനെ കുറിച്ചാണോ നമുക്ക് പഠിക്കേണ്ടത് ആ മെറ്റീരിയലിൽ നമ്മൾ ബ്ലൈൻഡ് മാൻ തലോടിയതുപോലെ അതിങ്ങനെ സ്കാൻ ചെയ്യും. എന്നിട്ട് അപ്പോൾ ആ മോളിക്യൂൾസിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ ഷേപ്പ്, മോളിക്യൂൾസിന്റെ കാര്യങ്ങൾ
പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ടിപ്പിൽ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സും ആറ്റമിക് ഫോഴ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ പ്രതലത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസൊക്കെ വേരി ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതൊരു വലിയൊരു കൺസെപ്ച്വൽ ഇൻവെൻഷൻ ആയിരുന്നു ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്നത്. പിന്നെ ഈ ടിപ്പ് ഉപയോഗിച്ച് തന്നെ അതിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കൊടുത്ത് നമുക്ക് ഓരോ ആറ്റത്തിനെയൊക്കെ പിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെ പുതിയ മെറ്റീരിയൽസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഉണ്ടായിരുന്നു. IBM അവരുടെ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി വെച്ചിട്ട് അവരുടെ ലോഗോ ഒരു നാനോ സ്കെയിലിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് മൈക്രോസ്കോപ്പിക് ഡെവലപ്മെന്റ്സ് ഇൻ നാനോ ടെക്നോളജി ഫീൽഡിൽ ഉണ്ടായത്. അപ്പോൾ നാനോ ടെക്നോളജി അതിൻ്റെ ഒബ്ജക്റ്റീവ് തീം എന്ന് പറയുന്നത് നാനോ ടെക്നോളജി എയിംസ് അറ്റ് മേക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് ബെറ്റർ ബൈ റീ എഞ്ചിനീയറിംഗ് ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. നമുക്ക് മാക്രോ സ്കെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ അതിന് കുറേ ഡിഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഡ്രോബാക്സ് എല്ലാം മാറ്റി നമുക്ക് ഒരു ബെറ്റർ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ നാനോ ടെക്നോളജിക്ക് കഴിയും. അതാണ് നാനോ ടെക്നോളജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദി സെൻട്രൽ തീം ഓഫ് നാനോ ടെക്നോളജീസ് ഇംപ്രൂവ്മെന്റ്സ് ഓർ അഡാപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് ബൈ റീകോൺഫിഗറിംഗ് ദി ആറ്റംസ്. അതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഈ നാനോ സൈസിൽ, അതായത് ആറ്റംസിന്റെ ഒക്കെ മോളിക്കുലർ ലെവൽ അല്ലെങ്കിൽ ആറ്റമിക് ലെവലിലുള്ള റീഅറേഞ്ച്മെന്റും റീകോൺഫിഗറേഷനും ഒക്കെ നമുക്ക് ഏത് ആവശ്യത്തിൽ ഏത് പ്രോപ്പർട്ടിയാണോ വേണ്ടത് ഫൈനൽ നമുക്ക് റിയൽ ലൈഫിൽ ഹ്യൂമൻ ബീങ്സിന് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ഏത് ഇതാണോ വേണ്ടത് ആ രീതിയിൽ ഇതിനെ റീകോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് നാനോ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് പാസീവ് നാനോ സ്ട്രക്ചേഴ്സ് ഇൻ കോട്ടിങ്സ്. അതായത് കോട്ടിങ്സിലൊക്കെ നമ്മളിപ്പോ വിയർ ആൻഡ് ടയർ, അതായത് ഫ്രിക്ഷൻ വിയർ, ഈ തേയ്മാനങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീൻ കമ്പോണൻസിന്റെ ഒക്കെ മൂവിങ് പാർട്സിന്റെ ഒക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നാനോ കോട്ടിങ്സ് ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഇൻ 2001 റിസർച്ച് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വന്നത് 2005 കൂടി ട്രാൻസിസ്റ്ററുകൾ, നാനോ ടെക്നോളജി, നാനോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് നടന്ന സമയത്താണ് നമുക്ക് കൂടുതൽ സ്പീഡുള്ള, അപ്പൊ നമുക്ക് മൊബൈൽ ഫോൺസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഹൈ സ്പീഡിൽ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ മൈക്രോ പ്രോസസേഴ്സ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം നടന്ന നാനോ സ്ട്രക്ചർ മെറ്റീരിയൽസിന്റെ ഡെവലപ്മെന്റ് കൊണ്ടാണ് സെക്കൻഡ് ജനറേഷൻ ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്മെന്റ്സ് നടന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ലെവലിലൊക്കെ നമുക്ക് കിട്ടുന്ന മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഹൈ കോൺഫിഗറേഷനും ഹൈ പെർഫോമൻസ് ഒക്കെ ഉള്ള ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇനി തേർഡ് ജനറേഷനിൽ നടന്ന, അതായത് 2010 ഈ ഒരു റേഞ്ചിൽ നടന്നതെന്ന് വെച്ചാൽ 3 ഡയമെൻഷണൽ നാനോ സിസ്റ്റംസിന്റെ ഹെട്രോജീനിയസ് നാനോ കമ്പോണൻസിന്റെ ഡെവലപ്മെന്റ്സും അസംബ്ലിംഗ് ടെക്നിക്സും ആണ് നടന്നത്. പിന്നെ ഫോർത്ത് ജനറേഷൻ ഇനി വരാൻ പോകുന്ന 2020 ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ നാനോ സിസ്റ്റംസ്, മോളിക്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് പുതിയൊരു എൻജിൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അടുത്ത നാനോ ടെക്നോളജിയിൽ വരുന്നത്. ഓക്കെ, സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫിനോമിന ഈ നമ്മളുടെ നാനോ ടെക്നോളജി, ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അതൊരു സൈസ് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു വസ്തു എടുക്കുമ്പോൾ അതിന്റെ സർഫസിൽ എത്ര ആറ്റംസ് ഉണ്ട്, അതിലെ ടോട്ടൽ എത്ര ആറ്റംസ്, ഈ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ സർഫസിലുള്ള ആറ്റംസ് കൂടുതലാണ് അതിന്റെ ടോട്ടൽ ആറ്റംസിനെ അപേക്ഷിച്ചെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി വളരെ ഡിഫറെന്റ് ആയിരിക്കും, വളരെ ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടി ആയിരിക്കും അതിനുണ്ടാവുക. അപ്പൊ ആ ഒരു കൺസെപ്റ്റാണ്, സൈസാണ് അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. സർഫസിലുള്ള ആറ്റംസിന്റെ ആ ഒരു റോളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാനോ ടെക്നോളജിയിൽ വരുന്നത്. അതുകൊണ്ടാണ് നാനോ സൈസ് ആവുമ്പോൾ കൂടുതൽ ആറ്റംസ് സർഫസിൽ ഉണ്ടാവും, അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ പ്രോപ്പർട്ടീസിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി നമുക്ക് നോക്കാം, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നാനോ ലെവലിലുള്ള 1 നാനോമീറ്റർ ലെവലിലുള്ളതാണ് ഫുള്ളറിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാർബൺ വെച്ചിട്ടുള്ള ആറ്റംസ്, കാർബൺ നാനോ ട്യൂബ്സ് പറയുകയാണെങ്കിൽ അതെല്ലാം 1.3 നാനോമീറ്റർ സൈസാണ്. ഇനി നേരെ നമ്മൾ ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു പേഴ്സന്റെ 6 ഫീറ്റോളമുള്ള ഒരു പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്കെയിൽ വരുന്നത് 2 ബില്യൺ നാനോമീറ്റർ ആണ്. നമ്മുടെ ഒരു മുടി അതിന്റെ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 75,000 നാനോമീറ്റർ ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കാം. അതായത് നമ്മളുടെ മുടിയെടുത്ത് 75,000 ടൈംസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പീസ് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ആയിരിക്കും നമ്മുടെ മുടിയെടുത്ത് ഡയമീറ്റർ വൈസ്. അപ്പോൾ അത്രയും ചെറിയ ഒരു മോളിക്കുലാർ ലെവലിലുള്ള ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഇതിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എങ്ങനെയാണ് നാനോ ടെക്നോളജി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് വി ഡിസ്കസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ മെയിൻ ഒരു ബ്രാഞ്ചാണ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ് ഡെവലപ്മെന്റ്. അത് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നത് മെക്കാനിക്കലിന്റെ തന്നെ ഒരു സബ് ബ്രാഞ്ചാണ്. അപ്പോൾ അതിൽ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽസിന്റെ ബെറ്റർ മെറ്റീരിയൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആണ് ഈ നാനോ ടെക്നോളജിന്റെ സബ്സെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ മെറ്റീരിയൽസിലെ തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറെ മെക്കാനിക്സ്, നാനോ മെക്കാനിക്സ് ഉണ്ട്. നമുക്ക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബിഹേവിയർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു കുറെ അതിന്റെ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ നാനോ സ്കെയിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ടു വർക്ക് കൺവേർഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കലിലെ ഒരു പാർട്ടാണ്. ആ പാർട്ടിൽ വരുന്നതും നാനോ ഫ്ലൂയിഡ്സ്, ഈ കാര്യങ്ങളൊക്കെ നാനോ ലെവലിലേക്ക് മാക്രോ സ്കെയിലിൽ നിന്ന് നാനോ സ്കെയിലിലേക്ക് പോകുമ്പോൾ കുറേ അഡ്വാൻസ്മെന്റ്സ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിലൊക്കെ കുറെ കൺസെപ്റ്റിലൊക്കെ കുറെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൽ നമുക്ക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കുറെ കൺസിഡർ ചെയ്യേണ്ടി വരും, കുറെ കൂടി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നാനോ ടെക്നോളജി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് കുറച്ചുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ മെറ്റീരിയൽസിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് നല്ല ഹൈ സ്ട്രെങ്ത് ഉള്ള, നമുക്ക് ഹൈ പെർഫോമൻസ് ഒക്കെ ഉള്ള മെറ്റീരിയൽസ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും ഈ ഒരു നാനോ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നാനോ ഡിവൈസസ് ആൻഡ് സെൻസേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽസിലാണെങ്കിലും റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിലെല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് സെൻസറുകളാണ്. അപ്പോൾ സെൻസറുകൾ എങ്ങനെ നാനോ ഡിവൈസസ് കൊണ്ട്, നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഡിവൈസ് നിർമ്മിക്കാൻ കഴിയും. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിലൊക്കെ നമ്മൾ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സെൻസർ, നാനോ ഡിവൈസും സെൻസറുകളും. പിന്നെ കൂളൻസ് ആൻഡ് ഹീറ്റ് സ്പ്രെഡേഴ്സ്, നമ്മൾ എല്ലാ കാര്യങ്ങളും, ട്രാൻസിസ്റ്ററുകൾ, നമ്മുടെ മൈക്രോ പ്രോസസ്സറുകൾ, നമ്മുടെ മൊബൈലിലുള്ള ചിപ്പുകളൊക്കെ ചെറുതാവുമ്പോൾ അതിന്റെ വർക്കിംഗ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ മൂലം വളരെ ഹൈ ഹീറ്റ്, നമ്മൾ ചിലപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ നേരത്തൊക്കെ അത് ചൂടാവുന്നത് കാണാം. നമ്മൾ ഹീറ്റ് നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഹൈ ഹീറ്റ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നതിനെ കൂൾ ചെയ്യുക, അതിനെ തണുപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ ഒരു കോർ ഏരിയ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ, റെഫ്രിജറേഷൻ, ഇതുപോലുള്ള ഏരിയ. അപ്പോൾ അതിലൊക്കെ നാനോ ഡിവൈസസ്, നാനോ ഫ്ലൂയിഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ഏരിയ ആണ് നാനോ ടെക്നോളജിയുടെ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ലൂബ്രിക്കേഷൻ, നമ്മൾ ഓരോരോ മെഷീൻസിന്റെ കമ്പോണൻസിൽ അതിന്റെ വീൽസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഗിയർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ ലൂബ്രിക്കേഷൻ, മാക്സിമം ഫ്രിക്ഷണൽ ലോസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ഈ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ഗ്രീസ്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതിൽ നാനോ ഫ്ലൂയിഡ്, നാനോ ലെവലിലെ പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ വഴി അതിന്റെ പെർഫോമൻസ്, ലൂബ്രിക്കേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ എൻജിൻ എമിഷൻ റിഡക്ഷൻ, ഫ്യൂവൽ സെല്ല്, ഹൈഡ്രജൻ സ്റ്റോറേജ് മീഡിയം, ഇതുപോലുള്ള കുറെ ആപ്ലിക്കേഷൻസ്
നാനോ ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നാനോ പാർട്ടിക്കിൾസിന്റെ ജനറേഷൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കുറച്ച് ഫിസിക്കൽ മെത്തേഡ്സ്, തെർമൽ എനർജി കൊടുത്തിട്ട് കെമിക്കൽ എനർജി ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഏരിയയിലേക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഏരിയയാണ് നാനോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ യൂസുഫ് സാറ് ഡിസ്കസ് ചെയ്തായിരുന്നു. മെറ്റീരിയലുകൾ തന്നെ നമുക്ക് ബെറ്റർ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ കിട്ടാനായിട്ട് നമുക്ക് മോളിക്യൂൾസ് പല പല ആറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ അയൺ സ്റ്റീൽ സ്റ്റീൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അയണിൻ്റെ ഒക്കെ തന്നെ വേറൊരു ഓറായിട്ടാണ് സ്റ്റീൽ വരുന്നത്. അപ്പോൾ അയൺ, കാർബൺ ഇതെല്ലാം ഒരു മെറ്റൽസ് ഒക്കെ വേറെ പല പല കോമ്പിനേഷനിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ പ്രോപ്പർട്ടി ഉള്ള ഒരു ഹൈ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നാനോ ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ ഒരു കോമ്പോസിറ്റിൽ നമ്മൾ നാനോ സൈസുള്ള ഫില്ലേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ഫൈനൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നാനോ സൈസ് ഫില്ലേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ടൈപ്പ് കോമ്പോസിറ്റ്സിനെയാണ് നാനോ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് പോളിമർ, നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ടോ അതിൽ പല പ്രത്യേകിച്ചൊരു ആപ്ലിക്കേഷനുള്ള പോളിമർ എടുത്തിട്ട് അതിലേക്ക് നാനോ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് നാനോ സൈസ് ഫില്ലേഴ്സ്, അതായത് ഞാനിപ്പോൾ നേരത്തെ എംടെക് പ്രോജക്റ്റിലെ കാര്യം പറഞ്ഞ പോലെ ഗ്രാഫീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു നാനോ ഫില്ലറിനെ 2 ഡയമെൻഷണൽ നാനോ ഫില്ലറിനെ ഞാനെടുത്ത് എപ്പോക്സി എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ബ്രേക്ക് പാഡ് ഉണ്ടാക്കിയത്. അതുപോലെ നമ്മൾ നാനോ സൈസിലുള്ള ഫില്ലർ എടുത്ത് ഇതിൽ മിക്സ് ചെയ്ത്, മിക്സിങ് പ്രൊഡക്ഷന് കുറേ ടെക്നിക്സ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നാനോ കോമ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. നാനോ കോമ്പോസിറ്റിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more നാനോ മെറ്റീരിയൽസ് ടു അച്ചീവ് ബെറ്റർ പ്രോപ്പർട്ടീസ്. നമുക്ക് ഇതിൻ്റെയൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, നല്ല പ്രോപ്പർട്ടീസ് ഉള്ള ഹൈ സ്ട്രെങ്ത് ഉള്ള. ഇപ്പൊ ഞാൻ എംടെക്കിന് ഡെവലപ്പ് ചെയ്ത മെറ്റീരിയൽ ആണെങ്കിൽ അതിലെന്താണെന്ന് ഞാൻ ബ്രേക്ക് പാഡ്സിന് വേണ്ടിയിട്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രേക്ക് പാഡ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ട്രെയിൻ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് നിർത്തണം. അപ്പോൾ ബ്രേക്ക് പാഡ് അപ്ലൈ ചെയ്യാൻ നേരത്ത് അവിടെ എന്ത് വേണം, ഈ ട്രെയിനിന്റെ വീൽസും നമ്മുടെ ബ്രേക്ക് പാഡും തമ്മിൽ ഫ്രിക്ഷൻ ഹൈ ആയിരിക്കണം. എന്നാൽ ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ നാനോ മെറ്റീരിയൽ ഗ്രാഫീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞ ആ മെറ്റീരിയലിന്റെ അതിന്റെ റോളാണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ആ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ശ്രമിച്ചത്. അപ്പോൾ അതാണ് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് നമുക്ക് ടൈലർ ചെയ്യാൻ പറ്റും ഈ നാനോ കോമ്പോസിറ്റിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഞാൻ ഗ്രാഫീൻ ഓക്സൈഡിന്റെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുറവ് ഫ്രിക്ഷനെ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും കുറച്ചേ ആ ബ്രേക്കിംഗ് ആക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇനി നാനോ മെറ്റീരിയൽസിന്റെ ഇത് കൂടുമ്പോൾ ആ ബ്രേക്ക് പാഡിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്രോപ്പർട്ടീസ് ടൈലർ ചെയ്ത് നമുക്ക് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതാണ് നാനോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഇതെല്ലാം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇമേജ് ആണ്. മൈക്രോസ്കോപ്പി റേഞ്ചിലുള്ള മെറ്റീരിയൽസിന്റെ ഒക്കെ ക്രോസ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇമേജ് ആണ്. അതായത് ആറ്റംസിനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ടെക്നിക്സിലൂടെ. ഇതൊരു പോളിമർ സെല്ലുലോസിന്റെ ഒക്കെ ക്രോസ് സെക്ഷനാണ് ഈ കാണുന്നത്. നമ്മള് സെല്ലുലോസ് എന്ന് പറയുന്നത് പ്ലാന്റിലേക്ക് ട്രീസിലൊക്കെ ഉള്ള ഒരു ലീഫിലൊക്കെ ഉള്ള ഒരു കമ്പോണന്റ് ആണ് സെല്ലുലോസ് ഒരു പോളിമർ ആണ്. ആ പോളിമർ റാൻഡമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാനൊക്കെ പറ്റുമ്പോൾ നമുക്ക് അതിലോട്ട് ഓരോ നാനോ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുകയോ അതിന്റെ സർഫസിലോട്ട് വേറെ കെമിക്കൽ റിയാക്ഷൻ വഴി വേറെ ഓരോരോ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ടൈലർ ചെയ്യാൻ പറ്റും. 2 or more കമ്പോണൻസ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബെറ്റർ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻസ്, ഓട്ടോമൊബൈൽസ്, ഷിപ്സ്,
എയറിൽ ഉള്ള വെഹിക്കിള്, റോഡിലുള്ള വെഹിക്കിള്, വാട്ടറിലുള്ള വെഹിക്കിൾ, ഇതെല്ലാമാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് എയർക്രാഫ്റ്റ് ഒക്കെ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ടിപ്പിൽ തൊട്ട് ഓരോ സ്ഥലത്തും ഹീറ്റ്, അതിന്റെ ബോഡി പാർട്സിലൊക്കെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 1200 1900 ഒക്കെ ആയിരിക്കും ഇതിന്റെ ബോഡി പാർട്സിലെ ഹീറ്റ്. ആ ഒരു അത്രയും സ്പീഡിൽ പോകുമ്പോൾ അപ്പോൾ ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള അത്രയും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ബോഡി പ്ലെയിൻ എയറോപ്ലെയിൻസിന്റെ ഒക്കെ ബോഡിയൊക്കെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ടൈലർ ചെയ്ത് എത്രയും ഹീറ്റൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ള മെറ്റീരിയൽസ് ഒക്കെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പോളിമർ നാനോ കോമ്പോസിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ ഓട്ടോമൊബൈൽ ബോഡി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടും നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇതുപോലുള്ള കുറെ ആപ്ലിക്കേഷൻസ് ആണ് നാനോ പോളിമർ നാനോ കോമ്പോസിറ്റ്സ് അല്ലെങ്കിൽ നാനോ കോമ്പോസിറ്റ്സ്, മെറ്റൽ നാനോ കോമ്പോസിറ്റ്സിൽ സെറാമിക് നാനോ കോമ്പോസിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇത് കൂടാതെ വേറൊരു ആപ്ലിക്കേഷനാണ് നാനോ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. നാനോ പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത ഫ്ലൂയിഡ്സ്. നമ്മൾ നോർമലി നമ്മൾ റെഫ്രിജറേഷൻ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഒരു സ്ഥലത്തെ ഹീറ്റ് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കളയുക അല്ലെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് മോഷനിലുള്ള കാര്യങ്ങളിലൊക്കെ നാനോ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റോടുകൂടി അത് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനും അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. ഇതൊക്കെയാണ് ആ നാനോ ഫ്ലൂയിഡ് രീതിയിലും നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്, അതായത് നാനോ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റോട് കൂടി വന്ന ഒരു കാര്യമാണ് നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. അതായത് ഈ ഇലക്ട്രോ ഒരു കാണുന്നുണ്ട്. അപ്പോൾ സെൻസറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമൊബൈലിന്റെ ആക്സിലറോമീറ്റേഴ്സ് are used for multiple functions such as airbag development, vehicle security. നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതിപ്പോൾ ആക്സിലറോമീറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്ന, അതിന്റെ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇറ്റ് വിൽ കറക്റ്റ് ദി യോ ഓഫ് ദി കാർ ബിഫോർ ഇറ്റ്. ഒരു ഡ്രൈവറിന് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പ് ഗൈറോസ്കോപ്പ് ഒക്കെ വെച്ച് ഈ ഗൈറോസ്കോപ്പിക് സെൻസർ വഴി നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വേറൊരു സെൻസർ എന്ന് പറയുന്നത് പ്രഷർ സെൻസർ ആണ്. ഈ പ്രഷർ സെൻസർ ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടയർ പ്രഷർ നമ്മുടെ പ്രഷർ സെൻസർ, വൺ ഓഫ് ദി പ്രഷർ സെൻസർ വി ആർ യൂസിങ് ഈസ് ഇൻ അവർ മൊബൈൽ ഫോൺ. നമ്മളുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഫോഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറുന്ന ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കൺസെപ്റ്റാണ് പ്രഷർ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രഷർ സെൻസർ ടയറിന്റെ പ്രഷർ മോണിറ്റർ ചെയ്യുക, അങ്ങനെ രീതിയിലേക്ക് ഓട്ടോമൊബൈൽസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വീൽ സ്പീഡ്, ABS ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഓയിൽ കണ്ടീഷനിങ് സെൻസർ, ഇങ്ങനെ പല സെൻസറുകൾ നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷനായിട്ട് ഓട്ടോമൊബൈൽസിൽ വരുന്നുണ്ട്. പിന്നെ എനർജിയുടെ ടേംസിലാണെങ്കിൽ ഇനി നാനോ ടെക്നോളജി എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ എനർജിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് നാനോ ടെക്നോളജിക്കുള്ളത്. നാനോ സ്ട്രക്ചേർഡ് കാറ്റാലിസിസ് ഫോർ ചീപ്പർ ക്ലീൻ. നാനോ സ്ട്രക്ചേർഡ് കാറ്റാലിസിസ് ഒക്കെ വഴി നമുക്ക് ചീപ്പർ, ക്ലീനർ ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്രോളിയം റിഫൈനിങ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. നമ്മൾ മാനുഫാക്ചറിങ് ഒക്കെ നല്ല രീതിയിൽ നാനോ ടെക്നോളജിയുടെ അഡ്വാൻസിലോട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന പോലെ പെട്രോളിയം റിഫൈനിങ് പ്രോസസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. പിന്നെ എനർജി എഫിഷ്യൻസി, റിന്യൂവബിൾ എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. പിന്നെ എനർജി ആൻഡ് പവർ സ്റ്റോറേജ്. അപ്പോൾ നമുക്കിപ്പോൾ നാനോ കാഥോഡ്സ്, നാനോ ആനോഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ
നമുക്ക് 100 times മോർ പവർഫുൾ ആയിട്ടുള്ള ബാറ്ററീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്കിപ്പോൾ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണം. പവർ ഒരു ദിവസം നമ്മൾ പവർ ചാർജ് ചെയ്തു, 2 ദിവസം മാക്സിമം പവർ നിൽക്കും നമ്മുടെ മൊബൈൽ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പിന്നെയും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നാനോ ഇലക്ട്രോഡ്സും നാനോ കാഥോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഹൈ പെർഫോമൻസ് ബാറ്ററീസ് ഡെവലപ്പ് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള ബാറ്ററീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് ഒരു മാസം വരെ ചാർജ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് എനർജി സ്റ്റോറേജ് നാനോ ടെക്നോളജി വഴി പോസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടായിക് സെൽസിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ക്ലോറോഫിൽ നമ്മുടെ സൂര്യപ്രകാശം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% ആണ്. അതേസമയം നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെല്ല് വഴി കൺവേർഷൻ ചെയ്യുന്ന ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 to 28% ആണ്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൂര്യൻ്റെ ആ ഒരു എനർജി നമ്മൾ സിലിക്കൺ ജെർമേനിയം ഈ ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ വോൾട്ടായിക്സ് സെല്ല് വഴി ഇലക്ട്രിക് പവറിലേക്ക് മാറ്റുമ്പോൾ അതിൽ കുറേ ലോസ് ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്ത് സൺലൈറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എനർജി കൺവേർഷന് വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോറോഫില്ലിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുമൂലം എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടാണ്. അധികം കൊളീഷൻ ഒന്നും ഇല്ലാതെ മാക്സിമം കൺവേർഷൻ ഓഫ് എനർജിയാണ് അവിടെ, സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ക്ലോറോഫിൽ വഴി വോൾട്ടായിക് സെല്ലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നാനോ ലെവലിലേക്ക് നമ്മുടെ അപ്പോൾ ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ലിലൊക്കെ സിലിക്കൺ ജെർമേനിയം ഇതുപോലുള്ള മെറ്റീരിയൽസ് നമ്മൾ നാനോ ലെവലിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു ഏരിയയിലൊക്കെ മെറ്റീരിയൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസർച്ചുകളൊക്കെ നടക്കുന്നു. മാക്സിമം അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുക, പിന്നെ അതിൻ്റെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ റിസർച്ചുകളൊക്കെ നടക്കുന്നു. അപ്പോൾ അതെല്ലാം ഈ എനർജി പവർ ജനറേഷൻ ഇതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കൺവെൻഷണൽ പെട്രോളിയം ഫ്യൂവൽ മാറ്റി ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ചീപ്പറാണ്, അത് റിന്യൂവബിൾ ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചാൽ അത് നമ്മുടെ കാറിൽ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ സാധാരണ പോലെ നമ്മൾ പെട്രോളിലൊക്കെ അടിക്കുന്ന പോലെ നമുക്കൊരു കാറിൽ റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടാങ്കിൻ്റെ വലിപ്പം ഹൈഡ്രജൻ്റെ വോളിയം ഇത്രയും വേണ്ടി വരും നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ആണ് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ, ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡായിട്ട് ഞാൻ നേരെ നിങ്ങളെ കാണിച്ച പോലെ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള കാർബൺ സ്ക്രോൾസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാർബൺ നാനോ ട്യൂബ്സ് അതിന് 44.2% നിന്ന് 65% എഫിഷ്യൻസിയിലേക്ക് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ കാർബൺ സ്ക്രോൾസിന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ ഡെവലപ്പോടുകൂടി കൂടുതൽ എനർജി സ്റ്റോറേജിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെറിയൊരു സ്പേസിൽ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്ത് നമുക്ക് മോസ്റ്റ് റിന്യൂവബിൾ ആയിട്ടുള്ള ഈ എനർജി പവറായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു ഏരിയാസിലൊക്കെ മെറ്റീരിയൽസിൻ്റെ നാനോ ടെക്നോളജി, നാനോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ കുറച്ച് എനിക്കറിയാവുന്ന നോളജസ് ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ PhD വർക്കിൽ ഞാൻ എഴുതിയിരുന്ന ബുക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്
പബ്ലിഷ് ആയിട്ടുള്ള ബുക്കാണ് മൈക്രോ ആൻഡ് നാനോ സ്ട്രക്ചർഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഫോർ ന്യൂട്രോൺ ഷീൽഡിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എൻ്റെ PhD വർക്ക് ശരിക്കും ഒരു ന്യൂട്രോൺ ഷീൽഡിംഗ് മെറ്റീരിയലിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് ഈ റേഡിയോ ആക്റ്റീവ് തെറാപ്പിക് വാൾട്സിലൊക്കെ നമ്മൾ റേഡിയേഷൻസ് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഡെവലപ്മെന്റ്. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിൽ നാനോ ബോറോൺ കാർബൈഡ് എന്ന് പറയുന്ന നാനോ ഫില്ലേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റേഡിയേഷൻസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ PhD റിസർച്ച് എന്ന് പറയും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. കുറേ നമ്മളിപ്പോൾ ഒരു ദിവസം കുറേ നാൾ, ഒരു മാസം, ഒരു വർഷമൊക്കെ നമ്മൾ മെറ്റീരിയലിൽ നിന്ന് കഴിയുമ്പോൾ അതിൽ ഫോഴ്സ് വേരിയേഷൻ ഉണ്ടാവും, ഡൈനാമിക് ഫോഴ്സുകൾ ഉണ്ടാവും, ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിനോടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ വേരിയേഷൻ എന്തായിരുന്നു, അതിൻ്റെ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഡൈനാമിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ PhD-യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എൽസേവിയർ US പബ്ലിഷ് ചെയ്തത്, റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തത്. പിന്നെ 2018 ഞാൻ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അഡ്വാൻസ്ഡ് പോളിമർ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്, ഒന്ന് ആപ്പിൾ അക്കാഡമിക് പ്രസ് ടൈലർ ആൻഡ് ഫ്രാൻസിസ് ഗ്രൂപ്പ് UK, വേറൊന്ന് റിവർ പബ്ലിഷേഴ്സ്, അത് നെതർലാൻഡ്സ് ബേസ്ഡ് ആയിട്ട്. ഇതൊക്കെയാണ് എൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. You are free to ask questions. ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കാം, കുറച്ചൊന്ന് ഇന്ററാക്റ്റീവ് ആവും. ഇന്നലെ നമ്മളൊരു ഇന്റർനാഷണൽ ലെക്ചറിനെ കിട്ടിയിട്ട് നിങ്ങളാരും ചോദിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. നമ്മളൊരു ടോക്കൊക്കെ നടക്കുമ്പോൾ, കാര്യം നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ചോദിക്കുക. നിങ്ങളിപ്പോൾ പുതിയതാണ്, പക്ഷെ നിങ്ങൾ ഈ കോളേജിൽ ഓൾറെഡി ജോയിൻ ചെയ്തു. ഇല്ലില്ല, നാനോ ടെക്നോളജി ഫസ്റ്റ് ഇയറിൽ ഇത് നിങ്ങൾ നാനോ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു അഡ്വാൻസ്ഡ് ബ്രാഞ്ച് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ നാനോ ടെക്നോളജി ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ യൂസുഫ് സാറ് പറഞ്ഞ പോലെ, അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, പ്രോബ്ലമാറ്റിക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിലൂടെ നമ്മൾ അതിൻ്റെ ഫണ്ടമെന്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഓരോരോ ഇതിലേക്ക് പോകേണ്ടത്. അതായത് ഞാനിപ്പോൾ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലൈ ചെയ്യുന്നിടത്താണ് ഈ നാനോ ടെക്നോളജിയുടെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം നാനോ ടെക്നോളജി, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിലേക്കൊക്കെ നമുക്ക് നാനോ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളിത് സ്പെഷ്യലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നാനോ ടെക്നോളജിയിലേക്ക് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ചെറിയൊരു പോർഷനാണ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമാണ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്. മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എവിടെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അവിടെയൊക്കെയാണ് നാനോ ടെക്നോളജിസ്റ്റിനും ഓപ്ഷൻസ് ഉള്ളത്. നാനോ എൻജിൻസ് ക്രിയേറ്റ് ചെയ്യുക, നാനോ ലെവലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ നാനോ ലെവൽസ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ നാനോ ഫ്ലൂയിഡ്സ്, ഇപ്പോൾ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഇങ്ങനെ നാനോ ഫ്ലൂയിഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതുപോലെ ബെറ്റർ പ്രോപ്പർട്ടീസിലുള്ള, മാക്സിമം എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന, ലോസ് ഒക്കെ കുറച്ചിട്ടുള്ള, മാക്സിമം നമുക്ക് മെറ്റീരിയൽസ് ഡാമേജ് ആവാതെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. നാനോ ടെക്നോളജി, ഡയറക്റ്റ് നാനോ ടെക്നോളജി ഒരു കെമിസ്ട്രി ഫിസിക്സ് എന്നുള്ള രീതിയിൽ പോയിട്ട് കാര്യമില്ല. അതൊരു നമ്മളൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സെമസ്റ്ററിലാണെന്ന് തോന്നുന്നു എലക്റ്റീവായിട്ട് നാനോ ടെക്നോളജി വരുന്നത്. ഓക്കെ, അനന്തുവിന്റെ ഡൗട്ട് ക്ലിയർ ആയോ? ഇനി ഓക്കെ ആണോ? ഓക്കെ, more questions?
നിങ്ങളിന്ന് സ്ട്രെങ്ത് കുറവാണല്ലോ, 32 സ്റ്റുഡൻസേ ഉള്ളല്ലോ. ഓക്കെ, മോർ ക്വസ്റ്റ്യൻസ്? നിങ്ങളെല്ലാം ഓക്കെ 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 ഫഹദ്, യൂസുഫ് സാറ്, അതായത് നമ്മൾ ഇന്നലെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മൾ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ ബ്രിട്ടീഷുകാർ കോൺകർ ചെയ്ത്, ബ്രിട്ടീഷ് കോളനൈസ്ഡ് ഇംഗ്ലീഷാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവര് നമ്മുടെ ആഫ്രിക്കൻ ഒരു കൺട്രീസിൽ ഫ്രഞ്ച് കോളനൈസ്ഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ഡിഫറൻറ്റ് വരും. അപ്പൊ അത് കുറച്ചുകൂടി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഇന്റർനാഷണൽ ടോക്കുകളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മോർ ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിലും പുറത്തൊക്കെ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോൾ വേറെ ഗൾഫ് കൺട്രീസിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ റിഗിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല. എന്തായാലും നിങ്ങളത് ഒട്ടുമിക്ക ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് ഇന്നലെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നാനോ ടെക്നോളജി ഡെവലപ്പിംഗ് ആണ്. കാരണം റിസർച്ച് ഫാക്ടറി ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതലും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മെയിനായിട്ട് മെഡിസിൻ ഫീൽഡിലൊക്കെ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി, ടിഷ്യൂ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ കുറെ ഫീൽഡൊക്കെ മെറ്റീരിയൽസ് ഒക്കെ പുതിയ ടൈപ്പ് ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടറീസ് ഒക്കെ ഈ ഒരു രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ, നാനോ കോമ്പോസിറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കീഴിലാണ് അത് വരുന്നത്. നാനോ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഡീഷണൽ നോളജ് വേണമെന്നേ ഉള്ളൂ. നമുക്ക് പ്രോപ്പർട്ടീസ് ടൈലർ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽസ്, അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ ഫഹദ്, ഓക്കെ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കൊറോണയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊറോണ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. മാസ്ക് ഒക്കെ ഉപയോഗിക്കുക, എല്ലാവരും പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നിൽക്കുക. ഓക്കെ, എന്തെങ്കിലും? നഫീല, ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഡു നാനോ ടെക്നോളജി എഞ്ചിനീയേഴ്സ്? ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽസ് ഡെവലപ്മെന്റ്സിലാണ് നാനോ ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുക, ഞാനിപ്പോൾ PhD ചെയ്ത പോലെ ഒരു റേഡിയേഷൻ ഷീൽഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ റേഡിയേഷൻ ഷീൽഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ്, ഇപ്പോൾ കൺവെൻഷനലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, പോളിമർ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മാക്രോ സൈസിലുള്ള ന്യൂട്രോൺ റേഡിയേഷൻ അബ്സോർബിങ് ഫില്ലർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ഇപ്പോൾ 10 MPa ആണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത്, പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ റേഡിയോ തെറാപ്പി വാൾട്ടിൽ, ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചർ അവിടെ ജനറേറ്റ് ചെയ്യും, ഹൈ ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മൂവിങ് പാർട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഡൈനാമിക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന് കുറവായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈസ് ഫില്ലേഴ്സിന്റെ സൈസ് ഒക്കെ നാനോ സൈസിലുള്ള ഫില്ലേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതൊരു പ്രോസസ്സിലൂടെ വളരെ നല്ല നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്ത് ഒരു നാനോ കോമ്പോസിറ്റ്, ഹൈ സ്ട്രെങ്ത്, ഹൈ തെർമൽ റെസിസ്റ്റൻസ് ഒക്കെയുള്ള ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മളെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, മെഷീൻസിലൊക്കെ എങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്,
ഫണ്ടമെന്റൽസ് എല്ലാം അറിഞ്ഞ് പ്രിൻസിപ്പിൾസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നാനോ ടെക്നോളജിയുടെ ആ നോളജ് അതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. പ്രാക്ടിക്കൽ, ഹൗ മച്ച് പ്രാക്ടിക്കൽ സൈഡ് ഡസ് ഇറ്റ് ഹാവ്? പ്രാക്ടിക്കൽ സൈഡ് അത് പ്രാക്ടിക്കൽ സൈഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസിൽ ഉൾപ്പെടെ, മൊബൈൽ ഫോൺസിലെ നിങ്ങൾ മൈക്രോ പ്രോസസ്സറിലെല്ലാം ഉൾപ്പെടെ എല്ലാ മെറ്റീരിയൽസ് എല്ലാം ഗ്രാഫീൻ പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന കാലം വളരെ അടുത്താണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ഒരു ഇതായിട്ട് വരുന്നുള്ളൂ, അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓഗ്മെന്റഡ് റിയാലിറ്റിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഈ കാര്യങ്ങളെല്ലാം നാനോ ടെക്നോളജിയുടെ സംഭാവനയാണ്. അപ്പോൾ അതും നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സയൻസ്, അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് നാനോ ടെക്നോളജിയുടെ നോളജ് കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നഫീല, ഓക്കെ, ഹൗ മച്ച് പ്രാക്ടിക്കൽ? ഓക്കെ, അത് കഴിഞ്ഞു. സർ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നാനോ ടെക്നോളജി ഹ്യൂമൻ ബോഡിയിലൊക്കെ യൂസ് ചെയ്യോ? അതിന് കുറച്ചൊരു ഹ്യൂമൻ ബോഡിയിലുള്ള വർക്കുകൾ, മെഡിക്കൽ ഫീൽഡിലുള്ള വർക്കുകൾ, അത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത് നാനോ പാർട്ടിക്കിൾസിന് നമുക്ക് നോർമൽ ഒരു മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ ആ മെഡിസിനൊക്കെ നമുക്ക് ബ്രെയിനുള്ളിലേക്ക് കിടക്കാനുള്ള മാക്രോ സൈസുള്ള മോളിക്യൂൾസിനൊന്നും കഴിയില്ല. പക്ഷെ നാനോ ടെക്നോളജി, നാനോ മെഡിസിനൊക്കെ ബ്രെയിനുള്ളിലേക്ക് കയറി പിന്നെ ഫ്യൂച്ചറിലുള്ള രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും, ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ അത് കുറച്ചൊരു ഡിബേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഫിലിം പോലെയൊന്നുമല്ല, ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന്, അതായത് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ നാനോ ടെക്നോളജിയിൽ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് കുറച്ച് മെഡിസിൻസ് ടാർഗറ്റഡ് ആയിട്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ അറ്റാച്ച് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂമർ ഉള്ള സ്ഥലത്തേക്ക് ഡയറക്റ്റ് നമ്മൾ അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോയി ആ ഒരു ട്യൂമർ സെല്ലിനെ മാത്രം ഡാമേജ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ റിസർച്ചുകളും അതിൻ്റെ ആപ്ലിക്കേഷനും, അതായത് അത് ടാർഗറ്റഡ് ഡൈവിയുടെ ഏറ്റവും കുറേ നാളുകളായിട്ട് റിസർച്ച് നടക്കുന്നതാണ്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ചിപ്പ് എന്ന് പറയുന്നത് റമീസ്, ഓക്കെ, റമീസ് ചോദിക്കുന്നത് ചിപ്പ് നാനോ ടെക്നോളജി പ്രോഡക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് ഒരു ഡയോഡ്, ട്രാൻസിസ്റ്റർ, കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ സെമി കണ്ടക്ടിങ് ഡിവൈസസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിൻ്റെ തന്നെ ഇപ്പോൾ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ഒക്കെ മാക്രോ സൈസിലുള്ള, മൈക്രോ സൈസിലുള്ളതാകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൊക്കെ കുറേ കൊളിഷൻ, ഇപ്പോൾ ഇലക്ട്രോൺസ് പോകുമ്പോൾ കുറേ തടസ്സങ്ങൾ ഉണ്ടാവുന്നെന്ന് വിചാരിക്കും. നമ്മൾ നാനോ സൈസിലേക്കൊക്കെ മാറുമ്പോൾ നമുക്ക് ആ ഡ്രോബാക്സ് ഒക്കെ കളഞ്ഞ് നമുക്ക് മാക്സിമം നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ, ചിപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നമ്മുടെ ചിപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റി, അതായത് ഒരു പ്രോസസ്സറിൻ്റെ സ്പീഡ്, പണ്ടുള്ള പ്രോസസ്സറുടെ സ്പീഡല്ല ഇപ്പോഴത്തെ പ്രോസസ്സറുകൾ. അതായത് ആ ഒരു സ്പീഡിൻ്റെ വ്യത്യാസം വന്നത് ഈ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ്. ഇപ്പോൾ നാനോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച്, ഗ്രാഫീൻ ഇതുപോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഹൈ ലെവലിലുള്ള നാനോ സൈസ് സിലിക്കൺ, ജെർമീനിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഹൈ സ്പീഡിലുള്ള ചിപ്പുകളൊക്കെ നമുക്ക്, പ്രോസസ്സറുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അത് നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നാനോ ടെക്നോളജി ഹ്യൂമൻ ബോഡി യൂസ് ചെയ്യുമ്പോൾ ഓൾട്രേഷൻ ഓഫ് ജീൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാനോ ടെക്നോളജി ഹ്യൂമൻ ബോഡിയിൽ ഉപയോഗിക്കുമ്പോൾ വളരെ എനിക്ക് മെഡിക്കൽ നോളജ് വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക്, പക്ഷെ ഒരു കാര്യം ഉള്ളത്, നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽസിലൊക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ഹ്യൂമൻ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന് വളരെയധികം റിസർച്ചുകൾ, നിങ്ങളിപ്പോൾ അറിയാലോ, COVID-19 പോലുള്ള അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ തന്നെ എത്രത്തോളം റിസർച്ചുകൾ ആവശ്യമാണ്.
മാത്രമല്ല ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ഓരോ ബ്ലഡ് ഗ്രൂപ്പ്, ഓരോ നേച്ചർ. അപ്പോൾ നമ്മളൊരു വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് അത്രത്തോളം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ തന്നെ വേൾഡ് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ നാനോ ടെക്നോളജി പോലുള്ള നാനോ മെഡിസിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമെങ്കിലും അതിൻ്റെ എത്രത്തോളം അതിൻ്റെ കുറേ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവും. എന്നാൽ അത് ബെറ്റർ അതിനെ എഞ്ചിനീയറിങ് ചെയ്ത് ഏറ്റവും യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിനാണ് എഞ്ചിനീയേഴ്സിന്റെ റോള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അമാൻ മമ്പള്ളി, ജീൻ തെറാപ്പി എനിക്ക് വലിയ നോളജ് ഇല്ല. ഞാനൊന്നാമത് മെഡിക്കൽ ഫീൽഡ് വളരെ കുറവാണ്, സോറി. നഫീല, തിയറി മാത്രമേ ഞങ്ങൾക്ക് പഠിക്കാൻ ഉള്ളൂ? തിയറി മാത്രം നാനോ ടെക്നോളജിയെ കുറിച്ചാണോ നഫീല ചോദിച്ചത്? അതായത് ഓക്കെ, നാനോ ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? ബിടെക്കിൽ നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. ജസ്റ്റ് ഞാൻ ബിടെക്കിൽ ഒരു എലക്റ്റീവ് ആയിട്ടാണ് ഈ സബ്ജക്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും ഫസ്റ്റ് ഇയേഴ്സിന് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നാനോ ടെക്നോളജി തിയറി മാത്രമല്ല ഉള്ളത്. എന്ന് വെച്ചാൽ നാനോ ടെക്നോളജി ഇപ്പോൾ നമ്മളൊരു ഇന്റേണൽ കമ്പസ്റ്റൻ, നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോള് സാധാരണ ഒരു പെട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉണ്ടാവും. ഞാൻ NIT കാലിക്കറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നടന്നിരുന്ന ഒരു IOCLന്റെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് 1.2 crores സ്പെൻഡ് ചെയ്ത് IOCL നടത്തിയിരുന്ന ഒരു പ്രൊജക്റ്റിൽ സിറിയ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു നാനോ പാർട്ടിക്കിൾ എൻജിൻ ഫ്യൂവൽ പെട്രോളിൽ ആഡ് ചെയ്തിട്ടുള്ള അതിന്റെ സ്റ്റഡീസ് ആയിരുന്നു. അപ്പോൾ ഈ സിറിയ നാനോ പാർട്ടിക്കിൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ഇതായിരുന്നു, അതുമൂലം ഒക്ടേൻ ബൂസ്റ്റർ അല്ല ഈ അഡിറ്റീവ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സിറിയ നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ നോക്സ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇതുപോലുള്ള ടോക്സിക് ഗ്യാസസിൻ്റെയൊക്കെ നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന് വരുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അഡിറ്റീവ്സ് നാനോ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ ഫ്യൂവലിൽ എൻജിനുള്ളിൽ ഇത് സിലിണ്ടറിൽ ഇത് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴൊക്കെ എത്രത്തോളം തേയ്മാനം സംഭവിക്കുന്നുണ്ട്, ഫ്രിക്ഷൻ സംഭവിക്കുന്നുണ്ട്, മാത്രമല്ല അത് എൻജിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, കൺവെൻഷനലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എൻജിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, എത്രത്തോളം കാർബൺ മോണോക്സൈഡ്, നോക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള സ്റ്റഡീസ് ഒക്കെയാണ് അന്ന് ആ ഒരു പ്രൊജക്റ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കുറെ കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം വരും. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ പ്രോബ്ലമാറ്റിക്സ് ആണ് കൂടുതലും. ഇന്നലെ യൂസുഫ് സാറ് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് എഞ്ചിനീയേഴ്സ് പണ്ട് കാലത്തും ആളുകൾ ഓരോ ടയറുകളും കാര്യങ്ങളൊക്കെ, മരം കൊണ്ടുള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എഞ്ചിനീയേഴ്സ് വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മളതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക്, ഏറ്റവും ലോസ് കുറഞ്ഞ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നു. അതാണ് നമ്മളുടെ റോള്. നമ്മളുടെ റോളാണ് നമ്മൾ ചുറ്റുമുള്ള എല്ലാ അഡ്വാൻസ്മെന്റ്സിനും കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ഒരു കഴിവുണ്ട്. നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ വേൾഡിൽ നമ്മൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പ്രോസസ്സർ നാനോ ടെക്നോളജി ആണോ? ബിക്കോസ് അത് നാനോമീറ്ററിലാണ് സൈസ് പറയണം. ഓക്കെ, അത് നാനോമീറ്ററിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടില്ല. പക്ഷേ നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ കുറേ ആപ്ലിക്കേഷൻസ് പ്രോസസ്സറിലൊക്കെ വരുന്നുണ്ട്. ട്രാൻസിസ്റ്ററുകൾ, ഡിവൈസുകൾ, ഇങ്ങനെയുള്ള സെൻസറുകളൊക്കെ മൊത്തത്തിൽ അതുപോലെ വരുന്നുണ്ട്. സാർ എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം? ഓക്കെ, എനിക്ക് നല്ലൊരു ചോദ്യമാണ്. പള്ളത്താണ് ചോദിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനൊരു കോളേജ് നാനോ ടെക്നോളജി സെലക്ട് ചെയ്തപ്പോൾ NIT കാലിക്കറ്റിൽ നാനോ ടെക്നോളജി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഓറിയന്റേഷന് NIT കാലിക്കറ്റിൽ ചെന്നപ്പോൾ അവിടെയുള്ള സാറുമാരൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിലും, പിന്നെ ഡോക്ടർ ശോഭൻ എന്ന് പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ, മൈക്രോ സ്കെയിൽ ഹീറ്റ് ട്രാൻസ്ഫർ, നാനോ സ്കെയിൽ ഹീറ്റ് ട്രാൻസ്ഫറിലൊക്കെ
ജോർജിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന പോലെ അതിനേക്കാൾ നന്നായിട്ട് അവർ അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഞാൻ എടുത്തതാണ്. അന്ന് ഞാനൊരു ജോലി സാധ്യതയോ എനിക്കൊരു കാര്യം നല്ലപോലെ പഠിക്കണമെന്ന് തോന്നി ഇതാണ് നമ്മൾ എക്സൽ ചെയ്യുക എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. ഒരു കാര്യം പഠിക്കുക, അതിനൊരു ക്യൂരിയോസിറ്റി തോന്നുക, പഠിച്ചൊരു ജോലി എന്ന് വെച്ചാൽ നമ്മൾ ഇനിയുള്ള ഒരു വേൾഡ് എന്ന് പറയുന്നത് കൺവെൻഷനലായിട്ട് നമുക്ക് നമ്മളൊരു ജോലി എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ച് പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ കുറച്ചുകൂടി നമ്മളുടെ രീതിയിൽ, നിങ്ങളൊക്കെ വളരെ നല്ല എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ നിങ്ങൾക്ക് മൊബൈൽ ആക്സസ് ആണ്, ഇൻഫർമേഷൻസ് ഒക്കെ വളരെ ആക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണ് നിങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഉള്ള ജനറേഷനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ നിങ്ങളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ അത്രയും ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ബേസിക്സ് ഒക്കെ പഠിച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു നാനോ ടെക്നോളജി ഈ ഒരു അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലേക്കൊക്കെ ചിന്തിച്ച് വേൾഡിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിന് നമ്മളെക്കാൾ ശരിക്കും നമ്മളുടെ എൻ്റെയൊക്കെ ഈ ജനറേഷനിലുള്ള ആളുകളെക്കാൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നാനോ ടെക്നോളജി എടുത്തത്. എനി മോർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ക്ലാസ് അത് ക്ലാസ് ഞാൻ ചോദിച്ചിട്ട് പറയാം, നിങ്ങളെ അറിയിക്കും. എന്തായാലും നാളെ ശനിയാഴ്ച അല്ലേ, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. നാളെ ക്ലാസ് ഇല്ല. അപ്പോൾ നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഓൾറെഡി നിങ്ങൾക്ക് മെന്റേഴ്സ് മെയിൽ അയക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങളെ ഫസ്റ്റ് ഇയർ 4 മെന്റേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ താങ്ക് യു everyone for listening to me. Okay, thank you.